ഇത് മേച്ചിലോടും വയലിലെ ചെളിയും ചണച്ചാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ്. ഇതിനെ നമ്മൾ ആദ്യം നമ്മുടെ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഉൾക്കരു ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ഡൈ ഉണ്ടാക്കാൻ പോവാണ്. സ്മൂത്ത് ആക്കിയെടുക്കും. ഒരു പ്രതലം രണ്ട് ഭാഗത്തിൽ ഓരോ പ്രതലം സ്മൂത്ത് ആക്കിയിട്ട് അതിനെ ഈ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് അടച്ചിട്ട് അടച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മളതിനെ പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് മേൽഭാഗത്ത് ഒരു കപ്പും സെറ്റ് ചെയ്യും. കപ്പ് സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ അലോയി അതിനകത്ത് നിറച്ചിട്ട് നിറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മോൾഡിങ്ങിന് പോകുന്നത്. മോൾഡിങ്ങിന് പോകുന്നത് വെച്ചാൽ അത് ഒലയ്ക്കകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു താഴ്ഭാഗം കരിയിട്ട് പഴിപ്പിക്കും, മൂൾഭാഗം തൊണ്ട് വെച്ച് പഴിപ്പിക്കും. ഒരേ ടൈമിൽ രണ്ടും ഒരേ പ്രോസസ്സിംഗ് ആണ്. ഉടുകയും ചെയ്യും, പഴുക്കുകയും ചെയ്യും. അതിന് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എടുത്ത് പുറകിലോട്ട് മാറ്റിയതിന് ശേഷം തിരിച്ച് വെളിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ റിട്ടേൺ ചെയ്യുമ്പോഴാണ് ആ ലോഹഭാഗം മേളിൽ വരുമ്പോൾ ഉരിയ ലോഹം താഴെ വന്ന് ഫില്ലാകുന്ന പോർഷനിലാണ് നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു ഷീറ്റ് കിട്ടുന്നത്, ലോഹ പ്രതലം കിട്ടുന്നത്. ആ പ്രതലത്തിനെ നമ്മൾ ആദ്യം കട്ട് ചെയ്തൊരു വുഡിൻ്റെ ഒരു ഫ്രെയിമിൽ ഉറപ്പിക്കുന്നുണ്ട്. ആ ഫ്രെയിമിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം വാട്ടർ പേപ്പറെ തേക്കും, അതിൻ്റെ പാടുകളൊക്കെ കളഞ്ഞെടുക്കുക. പിന്നെ കോട്ടൺ തുണികൾ, ബനിയൻ ക്ലോത്ത്, വെൽവെറ്റ്, സ്മൂത്ത് ക്ലോത്തിൽ ആദ്യം ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഗ്ലാസിൻ്റെ ഫിനിഷിങ്ങിലോട്ട് വരുന്നത്. പിന്നെ അതിനെ നമ്മൾ നല്ല പിത്തള ഫ്രെയിമിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. പിത്തള ഫ്രെയിമിൽ ഉറപ്പിക്കുന്നത് വെച്ചാൽ ആദ്യം കേസ് നമ്മൾ ആദ്യം മോൾഡ് ചെയ്തെടുക്കണം. മോൾഡ് ചെയ്തതിന് ശേഷം അതിനെ ഗ്രൈൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ബഫ് ചെയ്ത് പൂർണ്ണ ഫിനിഷിങ്ങിലോട്ട് അതിനെ കൊണ്ടുവന്നതിന് ശേഷം ഈ നമ്മൾ ഫിനിഷ് ചെയ്ത ഗ്ലാസ്, കട്ട് ചെയ്ത ഗ്ലാസ് ഇതിനകത്ത് വെച്ച് ഫിക്സ് ചെയ്യുമ്പോൾ പൂർണ്ണ ഫിനിഷിങ്ങോട് കൂടിയ മിററാകും മാറുന്നുണ്ട്. ഈ കരിക്കണെന്തിനാ? കരി ലോഹം ഇതിലെ പിടിക്കരുത് മണ്ണിലോട്ട്. റെഡിയായി. ഇതിനെ നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ്. പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിന് എത്ര തിക്നെസ് നമ്മൾ കൊടുക്കുമെന്ന് വെച്ചാൽ ആ തിക്നെസ് അറേഞ്ച് ചെയ്യുന്ന ഒരു കഷ്ണമാണ് നമ്മളിനി വെക്കാൻ പോകുന്നത്. 3 കഷ്ണമാണ് നമ്മളിതിനെ ഗ്യാപ്പിന് വെച്ച് വെക്കാൻ പോകുന്നത്. ഇതിനെ നമ്മളിനി കൂട്ടി അടയ്ക്കും. കൂട്ടി അടച്ചിട്ട് വാക്സിൻ്റെ ഒരു പീസ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലെയർ ആദ്യം കൊടുക്കും. മണ്ടയ്ക്ക് നമ്മൾ ഇടിച്ച മണ്ണ് ഉപയോഗിച്ച് ഒരു ലെയർ പാക്ക് ചെയ്യുമ്പോഴാണ് അതിനെ കരുവിൻ്റെ മോഡലിലോട്ട് ആക്കി വെക്കുന്നത്. അവർ കളക്ട് ചെയ്യാൻ പോകും. അന്നേരം ഇത് അതിൻ്റെ വലിയൊരു വെച്ച് പാക്ക് ചെയ്യാനുള്ള കപ്പാണിത്. ഇത് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോകും.
മെറ്റീരിയലാണ് ഇനി എടുക്കാൻ പോകുന്നത്. മെറ്റീരിയൽ എന്ന് പറയുന്നത് ചെമ്പും വെളുത്തിയും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടി ഉരുക്കിയ അലോയിയാണിത്. ഈ അലോയിയുടെ തിളക്കം ആണ് നമ്മുടെ ഫിനിഷിങ് സ്റ്റേജ് വരുമ്പോഴത്തേന് ഗ്ലാസ് പോർഷനായിട്ട് മാറുന്നത്. ഇതിനെ നമ്മളിപ്പം ലോഹ ഭാഗത്തിനെ ഇനി നമ്മൾ ആ കരുവിനകത്ത് നിറയ്ക്കുകയാണ്. അകത്തോട്ട് പോകാതിരിക്കാനാണ് അതിനെ ഒന്ന് കവർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മോൾഡ് വാർക്ക് എന്നുള്ള ഒരു സെക്ഷനാണ്. ഓട് നിറച്ച് വെച്ചേക്കുകയാണ്, കരു സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അത് നമ്മൾ ഈ ഒലയിലോട്ട് വെച്ചിട്ട് അത് നമ്മൾ വാർക്കാൻ, തീ കത്തിച്ച് വാർക്കാനുള്ള സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസോൾ അതിനകത്ത് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഉരുക്കാൻ വേണ്ടി വെക്കാൻ പോകുക. ആയിട്ടിരുന്ന ഭാഗത്ത് ഇത് ഇതിൻ്റെ ക്യാപ്പിനകത്ത് വന്ന് കരുവിനകത്ത് വന്ന് ഫില്ലായതിൻ്റെ ബാലൻസ് ഓട് നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത് തണുത്തു അതിൻ്റെ ബാലൻസ് അതിനകത്ത് പോകണം. ഉരുക്കിയ ഷീറ്റിനകത്തുനിന്ന് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഒരു ഷീറ്റാണിത്. ഇതാണ് ലോഹ പ്രതലമാണ്. ഈ പ്രതലത്തെ നമ്മൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള വലിപ്പത്തിന് ഫ്രെയിം വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്.
നമ്മൾ ഇത് വാട്ടർ പേപ്പർ ഉണ്ട്, വാട്ടർ പേപ്പർ തേച്ച് ഇതിൻ്റെ മുട്ടും കോമ എല്ലാം കളഞ്ഞിട്ട് പിന്നെ ചാക്കര്, പിന്നെ ചാക്കത്തേക്കും വെൽവെറ്റിൽ ഓരോ വേണ്ട തുണിയിലൊക്കെ തേച്ച് പോളിഷ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ.